നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ? എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും. ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. മന്ത്ലി EMI ഓപ്ഷൻ, അതും എമർജൻസി സിറ്റുവേഷനിൽ EMI സപ്പോർട്ടിംഗ്, എല്ലാ പോളിസികൾക്കും OP ഓഫർ. ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്ക് പോകുന്നതും ഏറ്റവും ടോപ്പ് മോഡലുമായ അഷുറസ് എന്ന പ്ലാനിനെ കുറിച്ച് പറയാനാണ്. ഈ അഷുറസിൻ്റെ കുറിച്ചുള്ള വീഡിയോ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ അപ്ഡേറ്റ് ആയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് സ്റ്റാർ ഹെൽത്തിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും നല്ലൊരു മൂല്യമായി കിട്ടുന്ന ഒരു പോളിസി ഏതെന്ന് വെച്ചാൽ അഷുറസ് തന്നെയാണ്. ബാക്കിയെല്ലാം പല പോളിസികളുണ്ട്, അവയെല്ലാം ആഡോണും ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ അഷുറസ് എന്നാൽ ഏതൊരു വ്യക്തിക്കും ഡയറക്റ്റായി നമുക്ക് ഒന്നും നോക്കാനില്ല, നേരിട്ട് പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ കവർ ചെയ്ത് കിട്ടുന്ന ഒരു പോളിസി തന്നെയാണ് അഷുറസ് എന്ന പോളിസി. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറേഷനാണ്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുക്കുന്നത്. 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത് ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് കേസോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരുവാണ്, നമുക്കൊരു 9 ലക്ഷം രൂപ ബില്ല് വന്നു. വീട്ടിലൊരു 5 പേരെന്ന് വെച്ചാൽ 5 പേർക്കും കൂടെയാണ് നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അതിലൊരാൾക്ക് ഒരു 8 ലക്ഷത്തിൻ്റെ ബില്ല് വന്നു. നമ്മൾ ഹോസ്പിറ്റൽ ബില്ല് കമ്പനി പേ ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത് വീണ്ടും റീസ്റ്റോറേഷനായി അപ്പം തന്നെ വീണ്ടും 10 ലക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ആ വീക്ക് തന്നെ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെ ഇപ്പോൾ ആശുപത്രി പോയ വ്യക്തിയോ ആ വീട്ടിലുള്ള മറ്റു അംഗങ്ങളോ വീണ്ടും പോയാൽ വീണ്ടും 10 ലക്ഷത്തിൻ്റെ ബില്ല് വീണ്ടും കവറേജ് ചെയ്യുന്നതാണ്. അത് ആ ഒരു വർഷം ലിമിറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ബില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 ലക്ഷം വെച്ചോ 9 ലക്ഷം വെച്ചോ 7 ലക്ഷം വെച്ചോ എത്ര തവണ വേണമെങ്കിലും 10 പ്രാവശ്യം 15 പ്രാവശ്യം എത്ര പ്രാവശ്യം ചെയ്താലും ലിമിറ്റ് ഇല്ലാതെ കമ്പനി റീസ്റ്റോറേഷൻ തന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ അഷുറൻസിനുള്ള പ്ലാനിൽ ഏറ്റവും വലിയ. അതായത് നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ നോ ക്ലെയിം ബോണസ് എന്ന ഇതുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നോ ക്ലെയിം ബോണസ് വരുന്നത് 25%. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത് വർഷം നമുക്ക് 2.5 ലക്ഷം വെച്ച് ബോണസായി കിട്ടും, ക്ലെയിം ചെയ്യാത്ത വർഷമാണെങ്കിൽ. അങ്ങനെ 4 വർഷം ക്ലെയിം ചെയ്തില്ലെന്ന് വയ്ക്കുക, 4ാമത്തെ വർഷം ഇത് 20 ലക്ഷമായി നിൽക്കും. പിന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ബില്ല് നമുക്ക് 20 ലക്ഷം വരെ യൂസ് ചെയ്യാം. പക്ഷേ 20 ലക്ഷത്തിൻ്റെ ബില്ലാണെങ്കിൽ ഒരു 18 ലക്ഷം ബില്ല് വന്നെന്ന് വെച്ചോ, ബില്ല് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് 10 ലക്ഷമായി റീസ്റ്റോറേഷനായി വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു 4 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു 20 ലക്ഷം രൂപയുടെ ഒരു പോളിസി കവറേജ് നമുക്ക് ഇതിൽ കൂടി കിട്ടുന്നതായിരിക്കും. അപ്പം മിനിമം ഒരു 10 ലക്ഷം കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 90% സേഫ് ആയിരിക്കും. കാരണം 20 ലക്ഷം വരെ നിങ്ങൾക്ക് ഒരു 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഈ പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക്, അതായത് മാരേജ് കഴിഞ്ഞവർക്ക് ഒരു 30-40 വയസ്സുള്ളവർക്ക് ഏറ്റവും ബെറ്റർ പോളിസിയാണ്. അതായത് ഇന്നുള്ള പോളിസികളിൽ ഡെലിവറി പാക്കേജ് ഏറ്റവും കൂടുതൽ നൽകുന്നത് ഈ പോളിസി കൂടിയാണ്. അതായത് ഇതിന് ലിമിറ്റ് ഇല്ലാതെ കൊടുക്കും. അതായത് 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്താൽ നമുക്ക് 50,000 രൂപ വരെ കിട്ടും. അതായത് ഒരു ഡെലിവറി പാക്കേജ് ഇന്ന് ലഭിക്കുന്നതിൽ ഡെലിവറി പാക്കേജിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച ഒരു പോളിസിയാണ് അഷുറൻസ് പോളിസി. അതായത് 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തവർക്ക് 1 ലക്ഷം രൂപയാണ് നമുക്ക് ഡെലിവറി പാക്കേജായി കിട്ടുന്നത്. 15 ലക്ഷം എടുത്താൽ 1.5 ലക്ഷം, 20 ലക്ഷം എടുത്താൽ 2 ലക്ഷം, 25 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ 2.5 ലക്ഷം, അങ്ങനെ കൂടി വരും. അത് നമ്മൾ പോളിസി കൂടുന്നതനുസരിച്ചാണ് എമൗണ്ട് കൂടുന്നത്. അപ്പോൾ ശരാശരി ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ മിനിമം നമുക്ക് 1 ലക്ഷം രൂപ ഡെലിവറി പാക്കേജ് കിട്ടും. അപ്പോൾ മിനിമം 1 ലക്ഷം അങ്ങനെ കിട്ടുമെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വരുന്നത് ഡെലിവറി പാക്കേജ് 1 to 1.5, 2 വരുന്നത്. എന്നാലും 1 ലക്ഷമെങ്കിലും വേണമെങ്കിൽ 10 ലക്ഷത്തിൻ്റെ പോളിസി തന്നെ വേണം. അതൊരു നല്ലൊരു ഇതാണ്. ഡെലിവറി പാക്കേജ് ഇതിൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. 2 വർഷം കഴിഞ്ഞാലാണ് നമുക്ക് ഡെലിവറി പാക്കേജിന് നമുക്ക് ഇതിന് അവൈലബിളായി കിട്ടുന്നത്. അതായത് 2 വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മാസം കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ നമുക്കിത് കിട്ടും. അതായത് നമുക്ക് ഒരു പോളിസി എടുത്തു കഴിഞ്ഞ് 1ാമത്തെ വർഷം റിന്യൂ ചെയ്തിട്ട് അടുത്ത 2ാമത്തെ വർഷം പൂർത്തിയായി 3ാമത്തെ റിന്യൂ തുടങ്ങിയ ആ മാസം മുതൽ തന്നെ നമുക്ക്
ഇത് പാക്കേജിലോട്ട് ഉൾപ്പെടും. അതായത് ഈ പാക്കേജ്, അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം റിന്യൂ ചെയ്ത് രണ്ടാമത്തെ വർഷം റിന്യൂ ചെയ്യുന്ന മുമ്പ് സാധാരണ ഒരു 15 മാസം 18 മാസം ആകും വരെ നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് ഉറപ്പായി 24 മാസം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഡെലിവറി. ആ ഡെലിവറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 10 ലക്ഷം രൂപയുടെ പോളിസിക്ക് 1 lakhs കിട്ടുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ് ഈ പോളിസിയിൽ ഉള്ളത്. അടുത്തതായി ഈ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒറ്റയ്ക്ക് വ്യക്തിഗതമായും ഫാമിലിയായും ഇതിൽ ചേരാവുന്നതാണ്. ഒറ്റയ്ക്കുള്ള ആർക്ക് 18 വയസ്സിന് ശേഷം ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് നമുക്ക് ചേരാവുന്നതാണ് ഓരോരുത്തർക്ക്. ഫാമിലിയായി ആണെങ്കിലും രണ്ടുപേർക്കും കുട്ടികളെ 18 വയസ്സ് വരെ ഡയറക്റ്റ് ഇതിൽ നമുക്ക് ചേർക്കാൻ പറ്റും. ഇതിൻ്റെ എൻട്രി ഏജ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 75 വയസ്സ് വരെ നമുക്ക് ഈ അഷുറൻസ് എന്ന പോളിസിയിൽ ചേർക്കാൻ പറ്റും. അത് സാധാരണ മറ്റുള്ള പോളിസികൾ കൂടുതൽ 65 വയസ്സ് വരെയാണ് വരുന്നത്. എന്നാൽ ഇത് 75 വയസ്സ് വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിൽ ഫാമിലി ഫോട്ടർ ആണെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരെ 6 പേരെ വരെ ചേർക്കാം. കുട്ടികളാണെങ്കിൽ 3 പേരെയും ചേർക്കാം. അപ്പോൾ വലിയ ആൾക്കാർ 6 പേരെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. അതായത് ഭാര്യയും ഭർത്താവും പിന്നെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ 2 പേരെയും ചേർക്കാം. പിന്നെ ഭാര്യയുടെയും അച്ഛൻ്റെ അമ്മയും കൂടെ നമുക്ക് ചേർക്കാം. അങ്ങനെ 6 പേരെ വലിയ ആൾക്കാരെയും 3 കുട്ടികളെയും ഇതിൽ ഡയറക്റ്റ് നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ്. ഇനി സിംഗിളായാണ് ഈ പോളിസി നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് 18 വയസ്സായ ശേഷമാണ് നമ്മൾ ഒറ്റയ്ക്കാണ് പോളിസി എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാരേജ് ചെയ്യുമ്പോൾ നമ്മൾ മാരേജ് ചെയ്യുന്ന സ്പോൺസിനെ ആരാണോ അവരെ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പ്രഗ്നൻസി കവറേജ് എല്ലാം ഓട്ടോമാറ്റിക്കായി ഇതിൽ കവർ ചെയ്ത് വരുന്നതാണ്. ഇനി ഇതിൻ്റെ കവറേജ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം മുതൽ 2 കോടി വരെ നമുക്കിതിലെടുക്കാവുന്നതാണ്. അതായത് 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം 20 25 30 50 75 100 1 കോടി 2 കോടി അങ്ങനെ നമുക്ക് 2 കോടി വരെ ഇതിൽ കവറേജ് ലഭിക്കുന്നതാണ്. ഇതിനി പുതിയതായി ഒരാൾ പോളിസി എടുക്കുമ്പോൾ നമുക്ക് 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ, 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ, ആ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് 10% കോപ്പേയ്മെൻറ്റ് വരുന്നതാണ്. അതായത് നമുക്ക് 1 ലക്ഷം രൂപ ബില്ല് വരുവാണെങ്കിൽ നമ്മൾ 10,000 രൂപ കസ്റ്റമർ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതാണ്. അത് 60 വയസ്സ് കഴിഞ്ഞാൽ 61 വയസ്സ് തൊട്ടാണ് ഈ കോപ്പേയ്മെൻറ്റ് 10% വരുന്നത്. ആദ്യമേ എടുക്കുക 60-ന് മുമ്പേ ആണെങ്കിൽ കോപ്പേയ്മെൻ്റ് ഒന്നുമില്ല, 100% ഇതിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഒരാൾ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ, അതായത് 65 തൊട്ട് 75 വരെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 65 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം 50 ലക്ഷം വരെ ഈ പ്രീമിയം എടുക്കാൻ പറ്റുള്ളൂ. 2 കോടി വരെ ഉണ്ടെങ്കിലും 65 വയസ്സ് കഴിഞ്ഞവർക്ക് 65 കഴിഞ്ഞവർക്ക് 50 ലക്ഷം വരെ ഈ പോളിസി നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇത് റിന്യൂവൽ ചെയ്യുന്നത് നമുക്ക് 75 വയസ്സ് കഴിഞ്ഞാലും ജീവിതകാലം മൊത്തം റിന്യൂവൽ ചെയ്ത് പോകാം. നേരത്തെ പോളിസി എടുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് റിന്യൂവൽ ചെയ്ത് പോകാം. അത് ലിമിറ്റില്ല, എത്ര നമ്മളെ ലൈഫ് ടൈം വരെ റിന്യൂവൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പ്രീമിയം 2 വർഷത്തെ ഒരുമിച്ച് അടച്ചാൽ, അതായത് സാധാരണ 1 വർഷത്തെയാണ് നമ്മൾ അടയ്ക്കുന്നത്, 2 വർഷത്തെ ഒരുമിച്ച് അടച്ചാൽ 2ാമത്തെ വർഷത്തിന് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്, കമ്പനി തരുന്നതാണ്. ഇനി 3 വർഷത്തെയാണ് ഒരുമിച്ച് അടയ്ക്കണമെങ്കിൽ 20% നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. 3 വർഷത്തെ ഒരുമിച്ച് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുമ്പോൾ വേറൊരു ഓഫറും കൂടെ ഉണ്ട്. അതായത് നമുക്ക് പല അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനത്തെ PD അസുഖങ്ങളുണ്ടെങ്കിൽ സാധാരണ 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരും നോർമൽ പോളിസികളിലെല്ലാം. ആ വെയിറ്റിംഗ് പീരീഡ് 5 മാസം കുറച്ച് കിട്ടും. അതായത് 2.5 വർഷത്തോളം നമുക്ക് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുള്ളൂ. അതൊരു ഇതിലൊരു ഓഫറായി കൂട്ടാം. അതായത് 3 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് അടയ്ക്കണം എങ്കിലേ അത് കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ പറയുകയാണ് ഇന്ന അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ കമ്പനി അത് രേഖപ്പെടുത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇനി കമ്പനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണ്, നമ്മളിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ കമ്പനി പറയുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതാണ്. അവർ പറയുന്ന മെഡിക്കൽ ചെയ്തിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അത് ചില ലെയർ കേസുകളിൽ മാത്രമേ വരികയുള്ളൂ. അല്ലാതെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ആർക്കും നേരിട്ട് തന്നെ പോളിസി ചേരാം. നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി പറഞ്ഞാൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഇതിൻ്റെ റൂം റെൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിയുടെ 1% ലഭിക്കുന്നത്. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം 10,000 രൂപ വരെയാണ് റൂം റെൻറ്റ് കിട്ടുന്നത്. അത്യാവശ്യം വലിയ ഒരു ദിവസം 10,000 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത ഇതാണ്. അത് നമുക്ക് മാക്സിമം 20,000 രൂപ വരെ കിട്ടും. അതായത് പോളിസി കൂടി ഇപ്പോൾ 15 എടുത്തു കഴിഞ്ഞാൽ അത് 15 ആവും, 20 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 20,000 രൂപ, കൂടുതലെടുത്താലും 20,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് കിട്ടുന്നത്. അതങ്ങനെയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിന് കൺസ്യൂമർ ഐറ്റം എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്.
സാധാരണ പോളിസികളെല്ലാം നമുക്കൊരു 1 ലക്ഷം രൂപ ബില്ല് വന്നാൽ 80,000 85,000 75,000 ഒക്കെ ആയിരിക്കും ലഭിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കൺസ്യൂമർ ഐറ്റം പെടുത്തുന്നില്ല. കൺസ്യൂമർ ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പ്ലാസ്റ്റിക് ഐറ്റം, സിറിഞ്ച് ഐറ്റം, അങ്ങനെ 148 ഐറ്റംസോളമുണ്ട്. അതെല്ലാം നമുക്കൊരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബില്ലിൽ അതെല്ലാം ഇൻഷുറൻസ് കമ്പനി കൊടുക്കത്തില്ല. പക്ഷേ ഇതിൽ അതും പെടുവെന്നാണ്. അപ്പോൾ നമുക്ക് 100% മാക്സിമം നമുക്ക് കവറേജ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഇൻക്ലൂഡായി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എല്ലാവിധ ഡേ കെയർ പ്രൊസീഡറുകളും ആംബുലൻസ് സർവീസും എയർ ആംബുലൻസും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ ചെക്കപ്പ്, ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് ചെക്കപ്പ്, വരെ വർഷത്തെ ഹെൽത്ത് ചെക്കപ്പിനുള്ള പേയ്മെൻറ്റ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആയുഷ് ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട്. ആയുഷ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, ഹോമിയോ, സിത്ത ഇവയെല്ലാം ഇതിൽ പെടുന്നതാണ്. ഇവയ്ക്കെല്ലാം കവറേജ് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്നാണ് പോളിസി എടുക്കുകയാണെങ്കിൽ ഇന്ന് പോളിസി എടുത്താൽ നാളെ തൊട്ട് ആക്സിഡൻറ്റ് കെയർ മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിഡൻറ്റ്, നമ്മൾ വീടുകളിലുള്ള പെട്ടെന്നുള്ള വീഴ്ച, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെല്ലാം ആക്സിഡൻറ്റ് കവറേജ് വരുന്നതാണ്. അത് ഡേ 1 തൊട്ട് കവറേജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് 30 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ കണ്ടുപിടിക്കുന്നത്, അത് 30 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ കണ്ടുപിടിച്ച് പറയുകയാണ് ഇപ്പോൾ ഇന്ന് മുതലാണ് ഈ അസുഖം നിങ്ങൾക്ക് ഉണ്ടായെന്ന് പറയുന്ന എല്ലാ അസുഖങ്ങൾക്കും ഈ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 30 ദിവസങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും കവറേജ് വരുന്നതാണ്. ഇനി വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോളിസി എടുക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇനി നമ്മൾ നേരത്തെ എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സർജറികളായിരിക്കും, അതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കും. അപ്പോൾ ഇവയെല്ലാം വെയിറ്റിംഗ് പീരീഡിലോട്ട് മാറുകയാണ്. അവയെല്ലാം 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിലോട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ പോളിസി എടുക്കുമ്പോൾ അന്ന് മുതൽ ശേഷം നമ്മളുടെ ബോഡിയിലുണ്ടാകുന്ന സ്ലോ സ്പീഡ് അസുഖങ്ങളുണ്ട്. സ്ലോ സ്പീഡ് അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ഹെർണിയ, മുട്ടിൻ്റെ തേയ്മാനം, നട്ടല് തേയ്മാനം, തിമിരം, കല്ലിൻ്റെയൊക്കെ അസുഖം, അങ്ങനെ തുടങ്ങി 24 ഐറ്റം അസുഖങ്ങളാണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഇതിൽ കാണിക്കാം. ഇത്ര അസുഖങ്ങൾക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. അതായത് 24 മാസം വെയിറ്റിംഗ് പീരീഡ് വരും. ഈ 24 മാസം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമാണ് ഇതെല്ലാം കവർ ചെയ്യുന്നത്. അത് സാധാരണ ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പോളിസി കമ്പനികളുടെയും പോളിസികളും ഈ വെയിറ്റിംഗ് സ്ലോ സ്പീഡ് അസുഖങ്ങൾക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. അതിനുശേഷം എല്ലാം കവറേജ് വരുന്നതാണ്. ഇനി ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പോളിസി പുതിയതായി എടുക്കുവാനും ഈ താഴെ സ്ക്രീനിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495 11 6601.